ഇന്നലെ കണ്ണൂരിലെ പഴശ്ശിനിക്കടവ് ക്ഷേത്രത്തിലും അതോടൊപ്പം തന്നെ തളിപ്പറമ്പിലെ രാജരാജേശ്വരി ക്ഷേത്രത്തിലും NSGയുടെ കമാൻഡോകളുടെ ഒരു അഭ്യാസ പ്രകടനം ഉണ്ടായിരുന്നു. അത് നരേന്ദ്രമോദി അവിടെ സന്ദർശിക്കുമെന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരം അഭ്യാസ പ്രകടനം ഉണ്ടായത്. അങ്ങനെ മോദിയുടെ ഒരു സന്ദർശനം കണ്ണൂരിൽ ഉണ്ടാകുമോ? അങ്ങനെ കണ്ണൂരിൽ ഉണ്ടായാൽ കണ്ണൂരിൽ തന്നെ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ടോ? ഒന്നാമത്തെ ചോദ്യം ഉണ്ടോ, മോഡിയുടെ സന്ദർശനം ഉണ്ടാകുമെന്ന് അന്ന് എനിക്കറിയില്ല. കാരണം വെള്ളായണി ക്ഷേത്രത്തിൽ മോഡി വരുമെന്ന് തോന്നായിരുന്നു ഇപ്പം ഉത്സവത്തിൽ. എന്നിട്ട് മോഡി ആ സമയത്ത് കേരളത്തിൽ ഒന്നും വെള്ളായണിയിലേക്ക് വന്നില്ല, ഗുരുവായൂർ ഒന്നങ്ങ് പോയതേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങോട്ട് വരുമോ എന്ന് എനിക്കറിയില്ല. കാരണം വെള്ളായണി കല്ലൂർ പഞ്ചായത്ത് എന്ന് വെച്ചാൽ BJPയുടെ പഞ്ചായത്തായിരുന്നു ആ സമയത്ത്. BJP തിരുവനന്തപുരം ആകപ്പാടുള്ള ഒരു പഞ്ചായത്തായിരുന്നു. എന്നിട്ട് വന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ നമ്മളെന്തായാലും പറഞ്ഞു മോഡി വരും വരില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അതിനുള്ള ലിങ്ക്സ് ഒന്നും ഇല്ലല്ലോ. അപ്പം അതിൽ കാര്യമില്ല, വരാതിരിക്കും. രണ്ടാമത്തെ കാര്യം, വന്നാൽ തീയമ്മയുടെ ഇടയിൽ മാറ്റം ഉണ്ടാകും, കാര്യമായിട്ട് മാറ്റം ഉണ്ടാകില്ല. മാറ്റം ഉണ്ടാകുമെന്ന് വെച്ചാൽ അതൊക്കെ ഗ്രാജുവലാണ്. പ്രത്യേകിച്ച് മലബാർ അല്ലെങ്കിൽ കേരളത്തിൽ, അതും മലബാറിൽ ഒരു നേതാവ് വന്നുകൊണ്ട് മാറ്റമൊന്നും ഉണ്ടാകും. ഇപ്പോൾ സുരേഷ് ഗോപി, മോഡി വന്നതുകൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചതെന്ന് പറയുന്നതിൻ്റെ വലിയ കാര്യമൊന്നുമില്ല. മോഡി മുമ്പേ സുരേഷ് ഗോപിയുടെ പ്രധാനത്തിന് വന്നിട്ടുണ്ട്. അപ്പം അത് അങ്ങനെ ഒരു തവണ വന്നു പോയതുകൊണ്ടും കാര്യമില്ല. പിന്നെ ഇത്തവണ മോഡി വന്നത് സുരേഷ് ഗോപി ഗുണം ചെയ്ത് എങ്ങനെ വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് 3 തവണ വന്നു. മോളെ കല്യാണത്തിന് വന്ന് കല്യാണം നടത്തി കൊടുത്തു. അപ്പം നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളാന്നുള്ള മെസ്സേജ് കൊടുക്കാനും അതവിടുത്തെ ബിസിനസ് ക്ലാസ്സിന് സുരേഷ് ഗോപിക്ക് അനുകൂലമായ സ്വിഫ്റ്റ് ഉണ്ടാക്കാനും കാരണമായിരുന്നു. അല്ലാതെ ഇപ്പം ഇദ്ദേഹം ഇവിടെ വന്നു, ശിവഗിരി വന്നു. ശിവഗിരി വന്ന സമയത്തും അതും അങ്ങനെ വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഒരു ഗ്രാജുവലായ ഒരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അല്ല, ആ ഏരിയ ഒരു ഹിന്ദുത്വ ബെൽറ്റുള്ള ഒരു ഏരിയ ആണ് അവിടെ. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് കവർ ചെയ്ത് വെക്കുന്നതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉള്ളതുകൊണ്ടാണ് ഹിന്ദുത്വ ബെൽറ്റ് ഓപ്പൺ ആയിട്ട് വരാത്തത്. പക്ഷേ ഇവിടെ ഈ പറഞ്ഞ വർക്കല ആ ഏരിയ ഒരു ഹിന്ദു. അപ്പോൾ അതവിടെ ഇദ്ദേഹത്തിൻ്റെ വരവ് പെട്ടെന്ന് ഡ്രാസ്റ്റിക് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ പൊതുവേ CPM-നോട് ആ ഒരു പ്രത്യേക സമുദായത്തിൽ വന്ന ഒരു അവമതിപ്പും അവർ BDJS-ൻ്റെ കടന്നു വരും. അതോടൊപ്പം തന്നെ ഈ പറയുന്നത് പോലെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭേദപ്പെട്ട പെർഫോമൻസും ഇത് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. കേരളം അങ്ങനെ ഒരു നേതാവ് വന്നുകൊണ്ട് പെട്ടെന്നൊരു മാറ്റം ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഈ തൃശ്ശൂർ ചെയ്ത പോലെ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ഫോക്കസ് ചെയ്തിട്ട് പ്രവർത്തിക്കണം. എങ്കിലും പക്ഷേ ഈ BJPയുടെ വളർച്ച നാം നോക്കുമ്പോൾ 2014 മുതലാണല്ലോ ഈ ഗ്രോത്ത് കാണിക്കുന്നത്. വോട്ട് ശതമാനമായാലും ഈ സീറ്റെല്ലാം ലഭിക്കാൻ തുടങ്ങിയത് 2014 ശേഷമാണ്. ഈ 2014 എന്ന് സൂചിപ്പിക്കുന്നത് അത് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ഒരു സമയമാണ്. അതിന് മുൻപുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ വോട്ട് ശതമാനത്തിൽ വലിയ കുറവാണ്. ആദ്യമായി MLA ലഭിക്കുന്നത് 2016-ലാണ്. അപ്പോൾ ആ കണക്ക് വെച്ച് നോക്കുമ്പോൾ അത് മോദിയുടെ സ്വാധീനം അതിൽ കാണാൻ കഴിയില്ല. പിന്നെ മോദിക്ക് സ്വാധീനമില്ലാതെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. മോദിക്ക് ഇന്ത്യയിൽ എല്ലായിടത്തും സ്വാധീനമുണ്ട്. കേരളത്തിൽ മോഡിയുടെ സ്വാധീനം കൂടി വരുന്നുണ്ട്. പക്ഷേ ഒരു സന്ദർശനം കൊണ്ടൊന്നും വലിയ മാറ്റം ഉണ്ടാകാനായില്ല. മോഡിയുടെ ഒരു സ്വാധീനം വെച്ചാൽ ദേശസുരക്ഷയായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ. രണ്ടാമത്തെ കാര്യം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിവിധ സ്കീമുകൾ. മൂന്നാമത്തെ കാര്യം വാക്ക് പറഞ്ഞാൽ അതിൽ നിന്ന് മാറില്ല എന്നുള്ളൊരു ഫീല്. ഞാൻ പറഞ്ഞപ്പം 15 ലക്ഷം രൂപ വേൾഡ് ബാങ്ക് പിന്നെ കള്ളപ്പണം ഓരോരുത്തർക്ക് ഇവിടെ നിന്ന് വീഴ്ച കൊടുക്കുമെന്ന് പറഞ്ഞ അമ്മാതിൻ്റെ സാധനങ്ങളല്ല. അദ്ദേഹം പറഞ്ഞതിലെ കാര്യമുണ്ട്. മന്ദ ബനേക, യൂണിഫോം സിവിൽ കോഡ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നുണ്ട്. അതിന് ഇനി പാപ്പടെ യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കാനുള്ളൂ. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു നേതാവ് എന്നുള്ളൊരു ഫീല് പൊതുവേ ഉണ്ട്. അത് അദ്ദേഹത്തിന് അനുകൂലമായിട്ട് പ്രത്യേക ഹൈന്ദവ സമുദായത്തിൻ്റെ ഇടയിൽ ഒരു ദുർവീകരണം ഉണ്ടാക്കിയിട്ടുണ്ട്. അതല്ലാതെ അപ്പം അങ്ങനെ പക്ഷെ ഒരു സന്ദർശനം കൊണ്ട് വലിയ മാറ്റം തന്നെ എനിക്ക് തോന്നുന്നില്ല. അല്ല, അതിനോടൊപ്പം തന്നെ ഈ പഴശ്ശിനിക്കടവ് ക്ഷേത്രവും ഈ രാജരാജേശ്വരി ക്ഷേത്രം മുൻപ് അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ ജയലളിത ഉൾപ്പെടെയുള്ളവർ സന്ദർശിച്ചൊരു ക്ഷേത്രമാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ ജില്ലാ സമ്മേളനത്തിൽ ഉൾപ്പെടെ വലിയ ചർച്ചയായതാണ് കണ്ണൂരിലെ പല പാർട്ടി ഗ്രാമങ്ങളിലേക്കും BJP വളർന്നു കയറുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അതെല്ലാം മുൻകൂട്ടി BJP തന്നെ മനസ്സിലാക്കി കാണുമോ? തങ്ങൾക്ക് അവിടെ ഒരു ഇടമുണ്ട്. ഈ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ ആദ്യമായി കേന്ദ്രമന്ത്രിസഭയിൽ എത്തിയതിനു ശേഷം അദ്ദേഹം കണ്ണൂരിലേക്കാണ് ഓടിയെത്തുന്നത്. അങ്ങനെ ഇപ്പോൾ കണ്ണൂർ ഒരു BJPയുടെ ശ്രദ്ധാകേന്ദ്രമായി മാറിയിട്ടുണ്ടോ? അത് കണ്ണൂർ CPM-ന് ഇടിവ് പറ്റിയ BJP വളരെ നല്ല സ്കോപ്പുള്ള സ്ഥലമാണ്. കണ്ണൂർ ഗ്രാമീണ ഒരു വലിയൊരു ഫിനാൻഷ്യൽ സാമ്പത്തികമായ ഡിവൈഡ് ഉണ്ട്. സമ്പന്നരായ മുസ്ലിംസ് ആരെയും കട്ടും കുന്നും ഉണ്ടാക്കിയ കാശൊന്നല്ല, ഗൾഫിൽ പോയി വല്ലതും കഷ്ടപ്പെട്ടുണ്ടാക്കിയാണ്. സമ്പന്ന മുസ്ലിംസും വളരെ ദരിദ്രനായിട്ടുള്ള തീയനും എന്നുള്ളൊരു സാധനം അവിടെ ഉണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ ഉള്ളതുകൊണ്ടാണ് അത് കണ്ണൂർ മാത്രമല്ലല്ലോ, കോഴിക്കോടും കാസർഗോഡും ഉൾപ്പെടെയുള്ള അത് കണ്ണൂർ വളരെ ഓപ്പണാണ്. കണ്ണൂർ അണ്ടർ കറന്റ് ഉണ്ട്. ഈ കമ്മ്യൂണലിസം ഒരു ദിവസം കൊണ്ടുണ്ടാകുന്നത്. അതിന് ചിലപ്പോൾ ചില അണ്ടർ കറൻസ് ഉണ്ടാകും. കണ്ണൂരിൻ്റെ പ്രശ്നം, കണ്ണൂർ 2 രാജവംശങ്ങളുണ്ട്, അറയ്ക്കൽ, ചിറയ്ക്കൽ.
ചിറക്കൽ രാജകുമാരി പിന്നെ ഒരു വളവട്ടം പുഴയിൽ കുളിക്കാൻ പോയപ്പോൾ ഒഴുക്കിൽപ്പെടുകയും ഒരു മുസ്ലിം മനക്കച്ചവടക്കാരൻ രക്ഷപ്പെടുത്തി രാജാവിന് പ്രിയപ്പെട്ട രാജകുമാരി ആയതുകൊണ്ട് ഇയാൾക്ക് കെട്ടിച്ചെടുക്കുകയും പക്ഷേ മുസ്ലിം തൊട്ടതുകൊണ്ട് ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടു. അപ്പം കുടുംബത്തിൽ കയറാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് അവർക്ക് കടൽ തീരത്ത് ഒരു രാജവംശം ഉണ്ടാക്കി കൊടുക്കുകയും അങ്ങനെയാണ് ഈ പറയുന്ന അറക്കൽ രാജവംശം ഉണ്ടായതെന്നാണ് ഐതിഹ്യം. അപ്പം അങ്ങനെയുള്ള ആ രാജവംശവും ഈ ചിറക്കലായി ഭയങ്കര ഫൈറ്റായിരുന്നു. അവിടെ ഒരുപാട് നമ്പ്യാന്മാർ ഒരുപാടും മുസ്ലിംസ് നിന്നുകൊണ്ട് ഭയങ്കര ഫൈറ്റായിരുന്നു. ഇതിൻ്റെ ഒരു അണ്ടർ കറണ്ട് അവിടെ ഉണ്ട്. ഞാൻ പലപ്പോഴും കണ്ണൂർ ഇപ്പോൾ കോഴിക്കോടോ ഒന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു കമ്മ്യൂണൽ ടോണ് പലപ്പോഴും ഞാനിപ്പോൾ CPM-മാരായ ആളുകളല്ല മറ്റ് കണ്ണൂർക്കാരോട് സംസാരിക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ട്. പക്ഷെ അതത്ര ഇൻഡെപ്ത് ഒന്നല്ല, അങ്ങനെ തലമ അവിടെ ഉണ്ട്. അപ്പോൾ ഇത് കത്തിക്കാൻ പിന്നെ മാത്രം അതിന് തൊട്ടടുത്ത് ഒതുക്കുന്നത് മടിക്കരി എന്ന് പറയുന്ന സ്ഥലമാണ് കണ്ണൂരിൻ്റെ ഈസ്റ്റേൺ കിഴക്കൻ ഭാഗം. അവിടെ BJP നല്ല സ്വാധീനമുള്ള സ്ഥലമാണ്, കൂർഗ് മേഖല. വേറൊരു എന്ന് വെച്ചാൽ കുറച്ച് വടക്കോട്ട് പോയി കഴിഞ്ഞാൽ മംഗലാപുരമായി. അവിടെ BJP നല്ല RSS നല്ല സ്വാധീനമുള്ള സ്ഥലമാണ്. പിന്നെ കണ്ണൂർ മുമ്പും തന്നെ ഗണേഷ് ബീഡി എന്ന് പറഞ്ഞിട്ടുള്ള മംഗലാപുരത്തുള്ള ഈ RSS അനുഭാവികൾ നടത്തിയ ബീഡി കമ്പനി ഉണ്ടായിരുന്നു. ആ ബീഡി കമ്പനിക്കെതിരെയുള്ള ഫൈറ്റാണ് സത്യത്തിൽ പിന്നീട് കണ്ണൂരെ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് കാരണമായ ഫൈറ്റായിട്ട് പിന്നെ മാറുന്നത്. പിന്നെയാണ് അതിന് പകരം ദിനേശ് ബീഡി വരുന്നത്. ബോംബെയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായതാണ് ഗണേഷ് ബീഡിയും ദിനേശ് ബീഡിയും. ഇപ്പം ഗണേഷ് ബീഡി ഇല്ലെന്ന് തോന്നുന്നു. അപ്പം ഇങ്ങനെയൊക്കെ ഒരു അണ്ടർ കറണ്ട് അവിടെ ഉണ്ട്. ആ അണ്ടർ കറണ്ട് പുറത്ത് വരണമെങ്കിൽ അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടീൻ്റെ ആ ഒരു ശക്തമായ പിടി കഴിഞ്ഞേ പറ്റുള്ളൂ. ഇപ്പോൾ ആ പിടി വളരെ സ്ട്രോങ് ആണ് കണ്ണൂർ. നിങ്ങൾ വിചാരിക്കും നിങ്ങളൊക്കെ പല റിപ്പോർട്ടുകളും കൊടുക്കും, അയാൾ ഇടഞ്ഞു ഇയാൾ ഇടഞ്ഞു, കണ്ണൂർ പാർട്ടി ഇടപെടലും ഒരു സംഭവം സംഭവിച്ചില്ല. കണ്ണൂർ പാർട്ടി വളരെ സ്ട്രോങ് ആണ്. പക്ഷേ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് അങ്ങനെ ഇല്ലായിരുന്നല്ലോ. അല്ലേ, ലോക്സഭാ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നിയമസഭാ ഇലക്ഷൻ വന്നപ്പോൾ എന്താ കണക്ക്? ലോക്സഭ കൂട്ടണ്ട, അത് വേറൊരു കാരണം. ദേശീയ തലത്തിൽ BJP 2019 പോലും ഇത്രയും വലിയ ഇടിവ് സംഭവിച്ചിട്ടില്ല. പിണറായിയുടെ സ്വന്തം ബൂത്തിൽ പോലും വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ സുധാകരൻ ഉൾപ്പെടെ കഴിഞ്ഞിട്ടുണ്ട്. അത് BJP മാത്രം ചുരുക്കി കാണുന്നില്ല, കോൺഗ്രസിന് ഉൾപ്പെടെ കഴിഞ്ഞു. CPM-ന്റെ ഓവർ ഫാസിസ്റ്റ് വിരുദ്ധ പ്രചാരണം അവർക്ക് തന്നെ വിനയതാണ്. അതാണ് ഫാസിസ്റ്റുകൾക്കെതിരെ സോക്കോൾഡ് BJP-യിലാണല്ലോ ഇവിടെ ഫാസിസ്റ്റ് എന്ന് വിളിക്കുന്നത്. ആ BJP-ക്കെതിരെ അതിശക്തമായിട്ട് ഇവർ നടത്തുന്ന പ്രചാരണം സത്യത്തിൽ അവിടെയുള്ള മുസ്ലിങ്ങളായാലും ഹിന്ദുക്കളായാലും അവരുടെ മനസ്സിൽ ഈ ഫാസിസത്തെ ചെറുത്ത് തോൽപ്പിക്കേണ്ടതാണ് ബോധം ഉണ്ടാവുകയും ആ ബോധം ദേശീയതലത്തിൽ CPM-നൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് അവർക്കറിയാം. അത് ചെയ്യാൻ പറ്റുന്നത് കോൺഗ്രസിനാണ്. അപ്പോൾ ഫാസിസത്തെ CPM നടത്തുന്ന ഫൈറ്റിന് ഗുണം ലോക്സഭാ ഇലക്ഷനിൽ കിട്ടുന്നത് കോൺഗ്രസിനാണ്. കേരളത്തിൽ നിയമസഭയിലേക്ക് നടക്കുന്ന ഫൈറ്റ് ഫാസിസത്തിനെതിരെയുള്ള ഫൈറ്റ് അല്ല, അത് ഇപ്പോഴത്തെ ഫൈറ്റ് കോൺഗ്രസിനെതിരെയുള്ള ഫൈറ്റ് കൂടെയല്ല, ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള ഫൈറ്റാണ്. അതിന് പറ്റിയ ആൾ കുറച്ചും കാര്യങ്ങൾ ചെയ്യുന്ന പിണറായി എന്ന നാട്ടുകാർക്ക് ഒരു ഫീലുണ്ട്. അതാണ് അതിൻ്റെ ഒരു കാര്യം. പിന്നെ ഈ ആളുകളുടെ ഉള്ളിലുള്ള ഒരു ഇലക്ഷന് കുറച്ച് വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതല്ല. ഈ കോൺഗ്രസിന് ഇപ്പോൾ സുധാകരൻ ഇത്തവണ ഗുണം കിട്ടിയെന്ന് വെച്ചാൽ പൊതുവെ സുധാകരൻ RSS വോട്ട് കിട്ടാതാണ്. ഇത്തവണ കിട്ടില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം CPM ആയിട്ടുള്ള പ്രശ്നങ്ങൾ RSS അവിടെ തീർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ CPM-നോട് ദേശം കൊണ്ട് RSS വോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതല്ല, കോൺഗ്രസിന് സീറ്റ് കുറയ്ക്കണമെങ്കിൽ CPM-ന് വോട്ട് ചെയ്യാനേ പറ്റുകയുള്ളൂ. പക്ഷേ RSS കേരളത്തിലെടുത്ത സമയം എന്ന് വെച്ചാൽ അങ്ങനെ കേരളത്തിൽ കോൺഗ്രസിൻ്റെ സീറ്റ് കുറയ്ക്കേണ്ടെന്നായിരുന്നു. മുമ്പത്തെ പോലെ തന്നെ A ക്ലാസ് മണ്ഡലങ്ങളിൽ പോലും RSS വല്ല വോട്ട് ചെയ്യാൻ പോയില്ല. ഫോർ എക്സാമ്പിൾ തിരുവനന്തപുരം, തൃശ്ശൂർ മാത്രമാണ് കൈമയെ RSS ഇറങ്ങിയത്. അപ്പം RSS-ൻ്റെ വോട്ട് സുധാകരൻ കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് സുധാകരൻ ജയിക്കുന്നത്. പിന്നെ ഈ ലോക്സഭാ ഇലക്ഷനിൽ പൊതുവെ അങ്ങനെയുള്ള ചില പ്രാദേശിക ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഉദാഹരണമായിട്ട് ഈ ശരത്ലാലിൻ്റെ കൊലപാതകം കൃപേഷിൻ്റെ കാസർഗോഡ്, അതൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരുന്നു. ഉണ്ണിത്താൻ ചേട്ടൻ്റെ മണ്ഡലം ഈ 2 സ്ഥലവും കൂടി ചേർന്ന സ്ഥലത്താണ് ലോക്സഭ. അപ്പോൾ അതാണ്. പക്ഷെ നിയമസഭ വരുമ്പോൾ അതിൻ്റെ ചിത്രം മാറും. മാത്രമല്ല ഈ പ്രത്യയശാസ്ത്രമായ പിടി അഴിയാന്നുള്ള വളരെ അതോടൊപ്പം തന്നെ ഈ CPM നേതാക്കൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് അവിടുത്തെ പ്രാദേശിക, കാരണം ഈ തീയരുടെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നലുണ്ടല്ലോ, ഈ മുസ്ലിം പ്രീണനം നടക്കുന്നതായ ഒരു തോന്നൽ. അതല്ലേ പാർട്ടി ഇപ്പം മാറി ചിന്തിക്കും, പാർട്ടി വേറെ ലൈനിലേക്ക് നീങ്ങുന്നത്. അതിന് കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തത്. കാരണം എന്താ വെച്ചാൽ പാർട്ടി മുസ്ലിം പ്രീണനം നടത്തുന്നത് പറയുമ്പോൾ സത്യത്തിൽ മുസ്ലിം അത് തെറ്റിദ്ധാരണജനകമായൊരു കാര്യമാണ്. എനിക്ക് ആദ്യം ഫീൽ ഉണ്ടായിരുന്നു. നിങ്ങൾ നോക്കിയാൽ മതി, നിങ്ങൾ ഈ പ്രീണിപ്പിക്കുന്നതിന് ഒരാൾ പോലും 5 ജനം നിസ്കരിക്കുന്ന വെള്ളിയാഴ്ച പള്ളിയിൽ പോകുന്ന ആളുകളല്ല. പേരുകൊണ്ട് ചിലപ്പോൾ മുസ്ലിങ്ങളായിരിക്കും, അല്ലാതെ മുസ്ലിം വിരുദ്ധമായിട്ടൊന്നും ചെയ്യുന്നുണ്ടാവില്ല. അവരൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാണ്. അക്കൂട്ടത്തിൽ വിശ്വാസിയായ ഒരു മുസ്ലിം ആരിഫാണ്. ആരിഫിനെ ഇപ്പം ജില്ലാ കമ്മിറ്റിയിൽ എത്തിയിട്ടുള്ളൂ. ശരിക്കും ആരിഫിനെ പോലെ ആളുകൾ സംസ്ഥാന കമ്മിറ്റി കൊണ്ടുവന്നാൽ ശരിക്കും മുസ്ലിങ്ങൾക്ക് നല്ല സിഗ്നലായിരിക്കും. നിങ്ങളെ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഇതിൽ നിൽക്കും. ഇപ്പം പാർട്ടി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ട്രെയിനിൻ്റെ ഒരു അഡീഷണൽ കമ്പാർട്ട്മെൻറ്റ് ഫിറ്റ് ചെയ്യുന്നത് പോലെ ജലീലിനെ പോലെയുള്ള അബ്ദുൾ റഹ്മാനെ പോലുള്ള ഒരാളെ വേറെ പാർട്ടിയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അവരോട് നിങ്ങൾ നിസ്കാരം നോമ്പൊക്കെ ആയിട്ട് നടന്നു.
പക്ഷേ പാർട്ടി മെമ്പർഷിപ്പും കൊടുക്കുകയല്ല. അപ്പോൾ ഇത് സത്യത്തിൽ മുസ്ലിംസിന് തന്നെ അകൽച്ച ഉണ്ടാക്കാൻ കാരണമായിട്ടുണ്ട്. മുസ്ലിംസ് അത് മനസ്സിലാക്കി വരുന്നുണ്ട്. മുസ്ലിംസ് ആദ്യം മനസ്സിലായില്ല, ഇപ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട് സത്യത്തിൽ മുസ്ലിം പീഡനമാണെന്ന് നടക്കും. പിന്നെ ആകപ്പാടെ മുസ്ലിം പീഡനം നിങ്ങൾക്ക് പറയാവുന്നത് ഈ ഹമാസിനൊക്കെ വേണ്ടിയിട്ട് വെറുതെ ഇവിടെ നല്ല സെമിനാറും മറ്റും നടത്തുന്നതാണ്, ഒരു കാര്യമില്ലാതെ. അതുകൊണ്ടിട്ട് മുസ്ലിം വോട്ട് കിട്ടാനും പോകുന്നില്ല, മുസ്ലിംസിന് ഗുണം ഉണ്ടാകാനും പോകുന്നില്ല. മുസ്ലിം വോട്ട് കിട്ടണമെങ്കിൽ ഈ പറയുന്ന വിശ്വാസികളെ കൂടി ഇതിൻ്റെ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരണം. നിങ്ങൾ നോക്കിയാൽ അങ്ങനെ വിശ്വാസി ഒരാൾ ലീഡർഷിപ്പിലില്ല, ഇത് വാസ്തവമാണ്. അപ്പോൾ ആ രീതിയിൽ മുസ്ലിം പീഡനം ഇത് ഉണ്ട്. മുസ്ലിം പീഡനം എന്ന് തോന്നിപ്പിക്കുന്ന സാധനമുണ്ട്, അതാണ് ഈ ഹമാസ്. അത് പ്രത്യേകിച്ച് ആർക്കും ഒരു ഗുണവുമില്ല, അതാണ് എൻ്റെ പ്രശ്നം. അപ്പം അത്ര എളുപ്പമല്ല ആളുകളെ മനസ്സിലാക്കാം. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം, യുവജനതയുടെ ഉള്ളിൽ നല്ല പൊളിറ്റീഷ്യൻസിൻ്റെ മക്കൾ ആയിട്ടുള്ള ആളുകളുടെ ഇടയിൽ പതുക്കെ മോഡിക്ക് ഒരു സ്വാധീനം ഉണ്ടായിരുന്നു. നമ്മളെ ഹിന്ദുക്കൾ നമുക്ക് വേണ്ടി സംസാരിക്കുക ഇവരെയുള്ളൊരു ഫീലുണ്ട്. അത് പാർട്ടി ഗ്രാമങ്ങളിലും ഉണ്ട്, ചെറിയ തോതിലാണ്. മോഡി ഒരു ദിവസം അവിടെ സന്ദർശിച്ചുകൊണ്ട് വലിയ മാറ്റം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളമാണ്, കണ്ണൂരാണ്. പക്ഷെ നിരന്തരമായി എൻഗേജ് ചെയ്താൽ ചിലപ്പോൾ നടക്കും. പിന്നെ കേരളത്തിൽ BJP ഒരു ലാഫിംഗ് സ്റ്റോക്ക്, അറിയാലോ. പ്ലൂട്ടോണിയത്തിൽ നിന്ന് യുറേനിയം ഉണ്ടാക്കാം എന്നൊക്കെ പറയുമ്പോൾ പിള്ളേർ ചിരിക്കും. അപ്പം അങ്ങനെയുള്ള മണ്ടത്തന്നെ അധികം പറയാതല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.